നമസ്കാരം. വെട്ടൻ ന്യൂസ് പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ലഹരി വേണ്ട, കായികക്ഷമത മതി എന്ന ലഹരി വിരുദ്ധ സന്ദേശം പുതുതലമുറയ്ക്ക് നൽകി കേന്ദ്ര കായിക മന്ത്രാലയം, ഫിറ്റ് ഇന്ത്യ, മേര യുവഭാരത് മലപ്പുറം എന്നിവർ സംയുക്തമായി വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കുമായി താനൂരിൽ വിവിധ കലാസാഹിത്യ കായിക മത്സരങ്ങൾ സംഘടിപ്പിക്കും. തിരൂർ ഉപജില്ലാ ശാസ്ത്രമേള സ്വാഗത സംഘം രൂപീകരിച്ചു. ഒക്ടോബർ 16, 17, 18 തീയതികളിലായി ചെമ്പ്ര AMUP സ്കൂൾ, JM ഹയർ സെക്കൻഡറി സ്കൂൾ പരന്നേക്കാട് എന്നിവിടങ്ങളിലായി ഉപജില്ലാ ശാസ്ത്രമേള നടക്കും. തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയിലെ NSS യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ നാഷണൽ സർവീസ് ദിനാചരണം സംഘടിപ്പിച്ചു. പരിപാടിയിൽ CPR പരിശീലനവും റോഡിൽ ലഹരിവിരുദ്ധ മനുഷ്യച്ചങ്ങലയും ഒരുക്കി. മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ആര്യാടൻ മുഹമ്മദിന്റെ ചരമവാർഷികത്തിൽ തിരൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. DCC ജനറൽ സെക്രട്ടറി യാസർ പൊട്ടച്ചോല ഉദ്ഘാടനം ചെയ്തു. എമർജിംഗ് വിമൺ എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി വിമൺ ഇന്ത്യ മൂവ്മെൻറ്റ് തിരൂർ മണ്ഡലം കമ്മിറ്റി തിരൂർ മേഖലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. വിമൺ ഇന്ത്യ മൂവ്മെൻറ്റ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ലൈല ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. കുടുംബബന്ധം ശക്തിപ്പെടുത്താനും പരസ്പര സാഹോദര്യത്തിൻ്റെ വളർച്ചയ്ക്കുമായി പ്രവർത്തിക്കണമെന്ന് താനാളൂർ ശാഖ KNM ഫാമിലി മീറ്റ് അഭിപ്രായപ്പെട്ടു. ഫാമിലി മീറ്റ് KNM ജില്ലാ സെക്രട്ടറി N കുഞ്ഞിപ്പ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ലഹരി വേണ്ട, കായികക്ഷമത മതി എന്ന ലഹരി വിരുദ്ധ സന്ദേശം പുതുതലമുറയ്ക്ക് നൽകി കേന്ദ്ര കായിക മന്ത്രാലയം, ഫിറ്റ് ഇന്ത്യ, മേര യുവഭാരത് മലപ്പുറം, വേൾഡ് ഫിറ്റ്നസ് ഫെഡറേഷൻ, മലപ്പുറം ജനമൈത്രി പോലീസ് താനൂർ സബ് ഡിവിഷൻ, സോപാനം കേപുരം എന്നിവ സംയുക്തമായി വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കുമായി താനൂരിൽ വിവിധ കലാസാഹിത്യ കായിക മത്സരങ്ങൾ സംഘടിപ്പിക്കും. ചടങ്ങ് കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ലഹരി വിരുദ്ധ സന്ദേശം നൽകി ചിത്രരചനാ മത്സരങ്ങൾ, സൈക്കിൾ റാലി, തെരുവ് നാടകങ്ങൾ, സാഹിത്യ മത്സരങ്ങൾ എന്നിവ വിവിധ കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കും. 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിവിധ വിഷയങ്ങളിലായി ജില്ലാതല പുഷ് അപ്പ്, പ്ലാങ്ക് മത്സരങ്ങൾ ഒക്ടോബർ 26-ന് താനൂർ നടക്കാവ് സലേര ഫുഡ് കോർട്ടിൽ സംഘടിപ്പിക്കും. വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന മുഴുവൻ കുട്ടികൾക്കും പങ്കാളിത്ത സർട്ടിഫിക്കറ്റുകളും വിജയികൾക്ക് മെറിറ്റ് സർട്ടിഫിക്കറ്റുകളും മെഡലുകളും നൽകും. കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്യും. ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് KN മുത്തുക്കോയത്തങ്ങൾ അധ്യക്ഷത വഹിക്കും. മേര യുവഭാരത് ജില്ലാ കോർഡിനേറ്റർ D ഉണ്ണികൃഷ്ണൻ, താനൂർ DYSP P പ്രമോദ് എന്നിവർ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ലഹരി വേണ്ട, കായികക്ഷമത മതി എന്ന ക്യാമ്പയിൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വേൾഡ് ഫിറ്റ്നസ് ഫെഡറേഷൻ മലപ്പുറവും ഇന്ത്യ ഗവൺമെന്റിന്റെ കായിക മന്ത്രാലയത്തിന്റെ ഫിറ്റ് ഇന്ത്യയും മൈ ഭാരതും സോപാനം കേപുരവും അതോടൊപ്പം ഏറ്റവും കൂടുതൽ നമ്മളുടെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിൽ നേതൃത്വം നൽകുന്ന താനൂർ DYSP പ്രമോദ് സാറിന്റെ ജനമൈത്രി പോലീസിന്റെ താനൂർ ഡിവിഷൻ, അതാണ് വളരെ പ്രധാനം. ഡിവിഷനുമായി സഹകരിച്ചുകൊണ്ട് താനൂരിലെ വിവിധ മേഖലകളിലായിട്ട് യുവാക്കൾക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും വേണ്ടി വിവിധ കലാകായിക മത്സരങ്ങൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കായിക കേരളത്തിന്റെ കുതിപ്പിൽ താനൂരും എല്ലാ കാലത്തും മുമ്പ് തന്നെയാണ്. അതിന്റെ ഭാഗമായി ലഹരിക്കെതിരെ കായികമായ മുന്നേറ്റം എന്ന ഒരു ക്യാമ്പയിനിങ്ങിലൂടെ ബഹുമാന്യനായ കേരളത്തിന്റെ കായിക വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഈ ഒരു പ്രോഗ്രാമോടുകൂടി 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഈ ഒരു കായിക മുന്നേറ്റം എല്ലാവർക്കും വൻ വിജയമാക്കണം. അതിനുവേണ്ടി ഫിറ്റ് ഇന്ത്യ, അതുപോലെ ഫെഡറേഷൻ, പവർ ലിഫ്റ്റിംഗ്, അതുപോലെ സോപാനം, താനൂർ സബ് ഡിവിഷനിലെ എല്ലാ ജനമൈത്രി സംഘാടകരും ഇതുമായി സഹകരിക്കുന്നുണ്ട്. വളരെ നല്ലൊരു മുന്നേറ്റം യുവാക്കൾക്കിടയിൽ, യുവതികൾക്കിടയിൽ, അതുപോലെ സമൂഹത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും
ഇതൊരു നല്ലൊരു മുന്നേറ്റവും മാറ്റവുമാകട്ടെ. ആരെ വേണമെങ്കിലും വിളിച്ചിട്ട് നിങ്ങൾക്ക് ഇതിന്റെ രജിസ്ട്രേഷനിൽ ബന്ധപ്പെടാം. പിന്നെ മുനീർ പറഞ്ഞ പോലെ അറിയാത്ത കുട്ടികൾക്ക് നമ്മളിതിന്റെ ഫ്രീ ആയിട്ട് നമ്മളിതിന്റെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. പ്ലാൻ എന്താണ് കാര്യങ്ങൾ, പ്ലാൻ കയ്യിൽ പുഷപ്പായി അവധി ദിവസങ്ങളിൽ നമ്മളെ മെമ്പർഷിപ്പുള്ള നമ്മുടെ ജിമ്മുകളിൽ നമ്മൾ ഇതിനുള്ള സൗകര്യം നമ്മൾ ഒരുക്കുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ സംഘാടകരായ താനൂർ ഡിവൈഎസ്പി പി പ്രമോദ്, വേൾഡ് ഫിറ്റ്നസ് ഫെഡറേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി മുനീർ ചിറക്കൽ, സോപാനം പ്രസിഡന്റ് പി എസ് സഹദേവൻ, സെക്രട്ടറി രാജീവ് രാഘവൻ, ട്രഷറർ സഹദേവൻ തറാൽ, വൈസ് പ്രസിഡന്റ്മാരായ ആർ കെ താനൂർ, ടി കൃഷ്ണരാജു എന്നിവർ പങ്കെടുത്തു. പുഷ് അപ്പ്, പ്ലാങ്ക് മത്സരത്തിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾ ഒക്ടോബർ 10 മുൻപായി 9914650127 അല്ലെങ്കിൽ 8593888080 എന്ന നമ്പറിലെ വാട്സപ്പിലൂടെ രജിസ്ട്രേഷൻ ചെയ്യണം. വെട്ടന്യൂസ് താനൂർ. തിരൂർ ഉപജില്ലാ ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയമേള IT മേള ഒക്ടോബർ 16, 17, 18 തീയതികളിലായി ചെമ്പ്ര AMUP സ്കൂൾ, JM ഹയർ സെക്കൻഡറി സ്കൂൾ പരന്നേക്കാട് എന്നിവിടങ്ങളിലായി നടക്കും. JM ഹയർ സെക്കൻഡറി സ്കൂളിൽ ചേർന്ന സ്വാഗത സംഘം യോഗത്തിൽ തിരൂർ നഗരസഭ ചെയർപേഴ്സൺ AP നസീമ യോഗം ഉദ്ഘാടനം ചെയ്തു. JM ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി സെക്രട്ടറി M ഏനുദ്ദീൻകുട്ടി അധ്യക്ഷത വഹിച്ചു. തിരൂർ ഉപജില്ല AO RP ബാബുരാജന് മുഖ്യപ്രഭാഷണം നടത്തി. തിരൂർ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമത്ത് സജ്ന, വാർഡ് കൗൺസിലർമാരായ സജ്ന അൻസാർ, C സുബൈദ, P അബൂബക്കർ, HM ഫോറം കൺവീനർ ഫൈസൽ NP, ചെമ്പ്ര AMUP സ്കൂൾ ഹെഡ്മാസ്റ്റർ പ്രവീൺ കൊള്ളഞ്ചേരി, JM ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ റാസിഖ്, തിരൂർ BCP സുശീൽ കുമാർ, JM ആർട്സ് കോളേജ് പ്രിൻസിപ്പൽ രഞ്ജിത്ത്, നിസാർ ബാബു, അബ്ദുൽ സലാം, നൌഷാദ് പരന്നേക്കാട്, ഫസീഹ, JM LPS പ്രധാനാധ്യാപിക സുബൈദ, ജോസഫി ജോളി തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് ശാസ്ത്രമേളയുടെ വിവിധ സബ് കമ്മിറ്റി രൂപീകരണവും വിശദീകരണവും നടന്നു. അപ്പൊ കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ സ്കൂളിന് കിട്ടുന്ന എക്സ്പെൻസ് ഇപ്പൊ പ്രധാന അധ്യാപകരോട് ചോദിച്ചാൽ അറിയാം അവിടെ കിട്ടുന്ന കഞ്ഞിയും അരിയും ചോറും മറ്റു കാര്യങ്ങളൊക്കെ എത്ര ഉണ്ടെന്നുള്ള ഇപ്പൊ സുബൈദ ടീച്ചർ ഇത് കഴിഞ്ഞാൽ പറയുണ്ടാവും. ഇതിന്റെ സാഹചര്യങ്ങൾ സിന്ധു ടീച്ചറൊക്കെ അവരനുഭവിക്കുന്ന മറ്റു പ്രയാസങ്ങൾ. പക്ഷെ എന്നിരുന്നാലും ഇത്തരത്തിലുള്ള ഒരു വലിയ ഒരു പരിപാടി നമ്മൾ നടത്തുമ്പോൾ അതിന്റെ പ്രയാസങ്ങളെ മറികടന്നുകൊണ്ട് വരുന്നവർക്കൊക്കെ ഭക്ഷണം കൊടുക്കാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ രീതിയിലൊന്നും കൊടുക്കണില്ലെങ്കിലും ഉണ്ടാക്കണം. പ്രത്യേകിച്ച് തിരൂരിൽ വരുന്നതാണ്. തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയിലെ NSS യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ നാഷണൽ സർവീസ് ദിനാചരണം സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി കേരള ഗവൺമെൻറ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷന്റെ സഹകരണത്തോടെ CPR പരിശീലനവും റോഡിൽ ലഹരിവിരുദ്ധ മനുഷ്യച്ചങ്ങലയും ഒരുക്കി. പരിപാടി സർവകലാശാല രജിസ്ട്രാർ ഇൻചാർജ് ഡോക്ടർ TV സുനിത ഉദ്ഘാടനം ചെയ്തു. NSS കോർഡിനേറ്റർ ഡോക്ടർ K ബാബുരാജൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ അൻവർ ഷക്കീൽ CPR പരിശീലനത്തിന് നേതൃത്വം നൽകി. ഡോക്ടർ KM ജെനീഫ്, ഡോക്ടർ MT ഗീത എന്നിവർ സംസാരിച്ചു. അഞ്ജലി കൃഷ്ണ, നന്ദ എന്നിവർ NSS ഗീതം ആലപിച്ചു. ചടങ്ങിൽ അഞ്ജലി കൃഷ്ണ സ്വാഗതവും തമീം റഹ്മാൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് NSS വളണ്ടിയർമാർ വാക്കാട് കൂട്ടായി റോഡിൽ ലഹരിവിരുദ്ധ മനുഷ്യച്ചങ്ങല ഒരുക്കി പ്രതിജ്ഞ ചൊല്ലി. 150ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. വെട്ടന്യൂസ് തിരൂർ. മുൻമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ആര്യാടൻ മുഹമ്മദിന്റെ ചരമവാർഷികത്തിൽ തിരൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. മണ്ഡലം പ്രസിഡന്റ് യാസർ പയ്യോളിയുടെ അധ്യക്ഷതയിൽ DCC ജനറൽ സെക്രട്ടറി യാസർ പൊട്ടച്ചോല ഉദ്ഘാടനം ചെയ്തു. തിരൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ആര്യാടൻ മുഹമ്മദ് അനുസ്മരണത്തിൽ മണ്ഡലം പ്രസിഡന്റ് യാസർ പയ്യോളി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് A ഗോപാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ആമിന മോൾ, ജംഷീർ പാറയിൽ, അഷ്റഫ് ആളത്തിൽ, CV വിമൽകുമാർ, നൌഷാദ് പരന്നേക്കാട്, ഷറഫുദ്ദീൻ കണ്ടാത്തിയിൽ, ബാബു കിഴക്കാത്ത്, റീന KP, സുബൈദ മാട്ടിൽ, CV ജയേഷ്, നാസർ പൊറൂർ, റിഷാദ് വെളിയമ്പാട്ട്, കരീം മേച്ചേരി, C അബ്ദു, സുജേഷ് എന്നിവർ പ്രസംഗിച്ചു. വെട്ടൻ ന്യൂസ് തിരൂർ. വിമൺ ഇന്ത്യ മൂവ്മെന്റ് ദേശീയ വ്യാപകമായി നടത്തുന്ന എമർജിംഗ് വിമൺ എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി വിമൺ ഇന്ത്യ മൂവ്മെന്റ് തിരൂർ മണ്ഡലം കമ്മിറ്റി തിരൂർ മേഖലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. തിരൂർ സംഘം കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന കൺവെൻഷൻ വിമൺ ഇന്ത്യ മൂവ്മെന്റ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ലൈല ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു.
ഇന്ന് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും രാജ്യം പുരോഗമിക്കുന്നു എന്ന് പറയുമ്പോഴും സമൂഹത്തിലെ സ്ത്രീകൾ അടിച്ചമർത്തപ്പെടുന്നതും കൊല ചെയ്യപ്പെടുന്നതുമാണ് ദിനേന നാം കണ്ടുകൊണ്ടിരിക്കുന്നതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ലൈല ഷംസുദ്ദീൻ പറഞ്ഞു. സ്ത്രീകൾക്ക് സമൂഹത്തിലെ ഏത് പാതിരാ സമയത്തും ഭയമില്ലാതെ പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത കാലത്തോളം നാം ഇവിടെ സുരക്ഷിതർ അല്ല എന്നും രാഷ്ട്രപുരോഗതിക്ക് സ്ത്രീയുടെ പങ്ക് സമൂഹത്തിൽ വളരെ വിലപ്പെട്ടതാണെന്നും രാജ്യത്ത് രാഷ്ട്രീയമായി നമുക്ക് മുന്നേറാൻ സാധിക്കേണ്ടതുണ്ടെന്നും അതിനായിരിക്കട്ടെ നമ്മുടെ പ്രവർത്തനങ്ങളെന്നും ലൈല ഷംസുദ്ദീൻ കൂട്ടിച്ചേർത്തു. തൊഴിലിടങ്ങളിലുമെല്ലാം നമ്മുടെ പെൺകുട്ടികൾ വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികൾ കല്യാണം വേണ്ട എന്ന് വെച്ച് പഠിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വരെ എത്തിയൊരു കാലഘട്ടമാണ്. നമ്മുടെയൊക്കെ പ്രായത്തിൽ +2 കഴിഞ്ഞാൽ കല്യാണം കഴിക്കുക എന്നുള്ള രീതിയായിരുന്നു. പക്ഷെ ഇപ്പോൾ കുട്ടികൾ ഒരുപാട് മാറിയിട്ടുണ്ട്, സ്ത്രീകൾ മാറിയിട്ടുണ്ട്. പക്ഷേ രാഷ്ട്രീയപരമായിട്ട് നമ്മൾ എവിടെയും എത്തിയിട്ടില്ല എന്നതാണ് അതിൻ്റെ സത്യം. നമ്മൾ ഒരുപാട് മാറേണ്ടതുണ്ട്. നിലവിലെ ഫാസിസ്റ്റ് ഇന്ത്യ ഭരണകൂടത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ വീടുകളിൽ അടഞ്ഞിരുന്നാൽ ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയുകയില്ല. നമ്മുടെ ലൈല പറഞ്ഞ പോലെ NRC CAA വന്ന സമയത്ത് നമ്മൾ പോലെ അത്ഭുതപ്പെട്ടു പോയി. കാരണം നടക്കാൻ പറ്റാത്ത വല്യമ്മമാർ വരെ സമരത്തിന് ഇറങ്ങി റാലികളിൽ പങ്കെടുക്കുന്നതൊക്കെ നമ്മൾ കാണുകയുണ്ടായി. അതെന്തെന്ന് വെച്ചാൽ നമ്മുടെ വീട് പോവുകയാണ്, അല്ലെങ്കിൽ നമുക്കിവിടെ ജീവിക്കാൻ പറ്റുന്നില്ല എന്നുള്ള സാഹചര്യം വന്നപ്പം എല്ലാവരും ഇറങ്ങി. ഇപ്പം എല്ലാവരും ഒരു മന്ദഗതിയിൽ ഇങ്ങനെ പോവുകയാണ്. നമുക്ക് പ്രശ്നങ്ങളില്ല, കല്യാണത്തിന് പോകുന്നു, കുടിയിരിക്കലിന് പോകുന്നു, നമ്മളുടെ എല്ലാ കാര്യങ്ങളും സ്മൂത്തായി നടക്കുന്നത് കൊണ്ട് തന്നെ. വിമൺ ഇന്ത്യ മൂവ്മെന്റ് മണ്ഡലം പ്രസിഡന്റ് സെക്കിന മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. രാഷ്ട്രീയത്തിൽ സ്ത്രീകളുടെ പങ്കിനെ കുറിച്ചുകൊണ്ട് SDPI തിരൂർ മണ്ഡലം പ്രസിഡന്റ് നിസാർ അഹമ്മദ് സംസാരിച്ചു. ആഷിദ ആദം, നാസിയ മുഹമ്മദ്, SDPI തിരൂർ മണ്ഡലം ജോയിന്റ് സെക്രട്ടറി, SDPI തിരൂർ മുനിസിപ്പൽ പ്രസിഡന്റ് നജീബ് തിരൂർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. മുനീറ ഹംസ സ്വാഗതവും നിഷ ബഷീർ കണ്ണംകുളം നന്ദിയും പറഞ്ഞു. ബട്ടർ ന്യൂസ് തിരൂർ. കുടുംബബന്ധം ശക്തിപ്പെടുത്താനും പരസ്പര സഹോദര്യത്തിന്റെ വളർച്ചയ്ക്കുമായി പ്രവർത്തിക്കണമെന്ന് താനാളൂർ ശാഖ KNM ഫാമിലി മീറ്റ് അഭിപ്രായപ്പെട്ടു. പവിത്രമാണ് കുടുംബം, പരിശുദ്ധമാണ് ബന്ധങ്ങൾ എന്ന പ്രമേയത്തിൽ നടന്ന ഫാമിലി മീറ്റ് KNM ജില്ലാ സെക്രട്ടറി N കുഞ്ഞിപ്പ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പവിത്രമാണ് കുടുംബം, പരിശുദ്ധമാണ് ബന്ധങ്ങൾ എന്ന പ്രമേയത്തിൽ നടന്ന ഫാമിലി മീറ്റ് KNM ശാഖ പ്രസിഡന്റ് ഇബ്രാഹിം മാടമ്പാട്ട് അധ്യക്ഷനായി. മൗലവി ഷെഫീഖ് അസ്ലം, ഷാഹിന തെയ്യമ്പാട്ടിൽ, K ഫൈസൽ അൻസാരി എന്നിവർ ക്ലാസ് എടുത്തു. ഹനീഫ് കക്കോടി, ഉബൈദുള്ള താനാളൂർ, NK സിദ്ദിഖ് അൻസാരി, K സഫിയ, CN ഷെരീഫ, CN നാസിഹ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ബട്ടർ ന്യൂസ് താനാളൂർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.